ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ദാറ്റ് ഇസ് ഡിസിപ്ലിൻ ആൻഡ് ഗ്രീവൻസ് മാനേജ്മെൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് വാട്ട് ഈസ് ഡിസിപ്ലിൻ, വാട്ട് ആർ ദി ഡിസിപ്ലിനറി ആക്ഷൻസ് ആൻഡ് വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഫ് ഡിസിപ്ലിൻ, മാനേജ്മെൻറ്റ് ഓഫ് ഗ്രീവൻസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. സോ ഈ ഒരു ടേം മീൻസ് ഡിസിപ്ലിൻ എന്നുള്ളൊരു ടേം എല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലാവരും ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ സ്കൂൾ ലെവൽ മുതൽ നമ്മൾ പലരും പല സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. പല ലെവലിൽ LP, UP, ഹൈസ്കൂൾ, അങ്ങനെ പല ലെവലിൽ നമ്മൾ പഠിച്ച് വന്നിട്ടുണ്ട്. ഓരോ ലെവലിലും നമ്മൾ ഓരോ ഡിസിപ്ലിൻ ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓരോ സ്കൂളിൽ നമ്മൾ ഓരോ ഡിസിപ്ലിൻ പാലിച്ചിട്ടുണ്ട്. ഓരോ സ്കൂളിനും ഓരോ ഡിസിപ്ലിനായിരുന്നു. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഡിസിപ്ലിൻ പാലിക്കാത്ത ആൾക്കാർക്ക് ആക്ഷൻസും എടുത്തിട്ടുണ്ടാകും. മീൻസ് ഡിസിപ്ലിനറി ആക്ഷൻസ് ഫേസ് ചെയ്ത ആൾക്കാരും ഉണ്ടാവും അല്ലേ. അപ്പം നമുക്കറിയാം ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്ന് പറയുന്ന സമയത്ത് ഗ്രൂപ്പായിട്ട് ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ രീതിയിലുള്ള ഡിസിപ്ലിൻ പാലിക്കണം. അവിടെയൊക്കെ ഡിസിപ്ലിൻ ഉണ്ടാകും. ഓക്കെ. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, അല്ലെങ്കിൽ കോഡ് ഓഫ് കണ്ടക്റ്റാണ്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം. നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ, കമ്പനിയിലോ ഇനി അതല്ലെങ്കിൽ സ്കൂളിലോ ആണെങ്കിൽ തന്നെ നമ്മൾ അവിടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, നമ്മൾ അവിടെ പാലിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഈ കാര്യങ്ങളൊക്കെ അടങ്ങുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ രീതിയിലുള്ള ഡിസിപ്ലിൻ ഉണ്ടാകും. കാര്യം ആ ഒരു ഡിസിപ്ലിൻ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പാലിച്ചിട്ടില്ലെങ്കിൽ അവിടുത്തെ ഒരു ഫങ്ഷനിങ് സ്മൂത്തായിട്ട് നടക്കില്ല. കാര്യം ഈ അവിടെയുള്ള ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്, ഈ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിലുള്ള ഓരോരുത്തരും ഡിഫറെൻറ്റ് ക്യാരക്ടറുള്ള ആൾക്കാരാണ്, ഡിഫറെൻറ്റ് ബിഹേവിയറാണ്, ഡിഫറെൻറ്റ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടാണ്, ഡിഫറെൻറ്റ് കൾച്ചറാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എല്ലാവരും ഒരേപോലെ ഫങ്ഷൻ ചെയ്താലാണ്, അല്ലെങ്കിൽ ഒരേപോലെ ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചാലാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എയിം അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഓരോരുത്തരും തോന്നിയ പോലെ ആണെങ്കിൽ അവിടെ ഒരിക്കലും ഒരു വെൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ നമുക്കറിയാം നമ്മളിപ്പം ഈ ഇൻഡസ്ട്രിയൽ റിലേഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇൻഡസ്ട്രിയുടെ കാര്യമാണ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ പല ലെവലുള്ള ആൾക്കാരുണ്ട് അല്ലേ. ഡിഫറെൻറ്റ് മാനേജേഴ്സ് ഉണ്ട്, ഒരുപാട് എംപ്ലോയീസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവർ ഒക്കെ എന്ത് ചെയ്യണം, ഈ രീതിയിലുള്ള ഡിസിപ്ലിൻ പാലിക്കണം. ഇപ്പം എംപ്ലോയീസ് മാത്രമാണോ ഡിസിപ്ലിൻ ഫോളോ ചെയ്യേണ്ടത്? അല്ല. എംപ്ലോയീസ് അത് പാലിക്കണമെങ്കിൽ ആദ്യം അത് ചെയ്യേണ്ടത് മാനേജേഴ്സാണ് അല്ല. അപ്പോൾ എല്ലാവർക്കും പല രീതിയിലുള്ള ഡിസിപ്ലിനും ഉണ്ട്, പല രീതിയിലുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. സോ ഇതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ ഡിസിപ്ലിൻ refers to a state of employees self control and effectiveness at work. നമുക്ക് ഓരോരുത്തർക്കും ഇൻബോൺ ആയിട്ട് ഉള്ള ചില കഴിവുകളുണ്ട് അല്ലേ. ആ കഴിവിൽ നിന്നാണ് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡിസിപ്ലിൻ പാലിക്കുന്നത്. നമ്മളിപ്പോൾ എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ, നമ്മൾ ക്ലാസ് തന്നെ പറയുകയാണെങ്കിൽ ചിലർക്ക് ഇൻബോൺ ആയിട്ട് എല്ലാവരെയും അനുസരിക്കാനും മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കാനും അങ്ങനെ എല്ലാ അടുക്കും ചിട്ടയോടെ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാവും അല്ലേ. അവർക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ട്. അത് അവർക്ക് ആ ഒരു ഡിസിപ്ലിൻ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ ചില ആൾക്കാർക്കോ എന്ത് പറഞ്ഞാലും അവരെ കൺട്രോൾ ചെയ്യാൻ കുറേ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാരെ കൂസാതെ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഡിസിപ്ലിൻ പാലിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതായത് അവരെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ടൈപ്പ് ആൾക്കാരും എല്ലായിടത്തും ഉണ്ടാകും. ഇതിനിടയിൽ മൂന്നാമത്തെ ഒരു ടൈപ്പുള്ള എന്താണ്, ഇതിനിടയിൽ വരുന്നതാണ് എന്താണ്, സെൽഫ് ഡിസിപ്ലിൻ ഇല്ലെങ്കിലും അവരെ കൊണ്ട് പറഞ്ഞ് നമുക്ക് ചെയ്യിക്കാം, കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു ലെവലുള്ള ആൾക്കാരും ഉണ്ടാകും, ഒരു മിഡിൽ ലെവലുള്ള ആൾക്കാർ. ഇതിൽ പല രീതിയിലുള്ള ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലേ. ചിലപ്പം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതിന് ടൈമിങ്, പിന്നെ ഡ്രസ്സിങ് അല്ലേ, പോകുന്നത്, ലീവിങ് ടൈം, ഇൻ്റർവൽ ടൈം, ഇതൊക്കെ എന്താണ് ആ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗത്തിൽ വരുന്നതാണ്. മീൻസ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വരുന്നതാണ്.
അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നതിനാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതായത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പാലിക്കുന്നതിനാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് എസ്റ്റാബ്ലിഷസ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി എംപ്ലോയീസ് ആൻഡ് എംപ്ലോയേഴ്സ്. ഈ ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ എംപ്ലോയീസും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടാവുള്ളൂ, അല്ലേ? എന്താണോ മാനേജേഴ്സ് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അല്ലെങ്കിൽ അവർ പറയുന്ന ഡിസിപ്ലിനറി കോഡ് എന്തൊക്കെയാണോ അതുപോലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസും തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ടാകും. അതായത് അവരെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ മാനേജേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് കഴിയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളില്ല. ഈ ഡിസിപ്ലിനറി കോഡ് ഫോളോ ചെയ്യാതിരിക്കുമ്പോഴാണ് അവിടെ ഈ എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാൻ എംപ്ലോയീസിന് ബുദ്ധിമുട്ടാവുന്നതും അവർ തമ്മിൽ ക്ലാഷ് ഉണ്ടാകുന്നതും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതും. ദെൻ ഇറ്റ്സ് എ ട്രെയിനിങ് ദാറ്റ് കറക്റ്റ്സ്, മോൾഡ്സ് ആൻഡ് സ്ട്രെങ്തൻ ദി ഇൻഡിവിജ്വൽ ബിഹേവിയർ. പിന്നെ ഞാൻ പറഞ്ഞു, ചിലർ ഇൻബോണായിട്ട് ഡിസിപ്ലിൻ പാലിക്കുന്നവരാണ്, ചിലർ തീരെ ഇൻബോണായിട്ട് അങ്ങനെ ഒരു കഴിവേ ഇല്ല. പക്ഷേ ചില ആൾക്കാരെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതൊരു ട്രെയിനിങ്ങും കൂടെയാണ് ഈ ഡിസിപ്ലിൻ. നമ്മൾ ഓരോ ക്ലാസ്സിലും നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് ഡിസിപ്ലിൻ പാലിപ്പിക്കുന്നുണ്ട്, അല്ലേ? ചില സമയത്ത് അതായത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, അനുസരിപ്പിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഡിസിപ്ലിൻ പാലിക്കാം നമുക്ക്. തീരെ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത കുട്ടീനെ കൊണ്ട് ഡിസിപ്ലിൻ ഫോളോ ചെയ്യിച്ചെടുക്കാം. സോ അതൊരു ട്രെയിനിങ് ആക്ടിവിറ്റിയും കൂടിയാണ്. എന്താണ്, ആ ഒരു ആളുടെ സ്വഭാവം മോൾഡ് ചെയ്യാനും ആളെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനും ഇൻഡിവിജ്വൽ ബിഹേവിയർ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് ആണ് നമ്മൾ ഈ ഡിസിപ്ലിൻ കോഡ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ പാലിക്കണം എന്ന ഒരാളെ ഇൻസിസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ചേഞ്ച്. ഓക്കെ, ദെൻ കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് കൾച്ചർ ആൻഡ് എൻവയോൺമെൻറ്റ് ആൻഡ് എ ബേസിക് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. അല്ലെ, ഒരാളുടെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന സമയത്ത് ശരിക്കും നമുക്ക് ഇൻബോൺ ആയിട്ടുള്ള ആ ഒരു കഴിവ് വേണം. അതുണ്ടെങ്കിൽ എളുപ്പമാണ്, നമുക്ക് എവിടത്തെ ഡിസിപ്ലിൻ പാലിക്കുന്നതിനും ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതുപോലെ അങ്ങനെയുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാനും ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്, ഓരോരുത്തരും വളരുന്ന കൾച്ചറിൻ്റെ ഭാഗമാണ്. അതുപോലെ ഓരോരുത്തരും വളർന്നു വരുന്ന എൻവയോൺമെൻറ്റ്, അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഓരോരുത്തരും ഡിസിപ്ലിൻ പാലിക്കുന്നത്. അതുപോലെ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും ഒക്കെ മാനേജ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്, അല്ലേ? ഇപ്പം നല്ലൊരു ബിഹേവിയറും നല്ല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്കേ ഡിസിപ്ലിൻ പാലിക്കാൻ തോന്നുള്ളൂ. ഇല്ലാത്ത ആൾക്കാർ എന്താ പറയേണ്ടത്, ഒരു ഡിസിപ്ലിൻ കോഡ് ഉണ്ടെങ്കിൽ ആ കോഡ് എങ്ങനെയെങ്കിലും വയലേറ്റ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ദെർ ആർ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡിസിപ്ലിൻ. ഈ ഡിസിപ്ലിൻ പോസിറ്റീവ് ഡിസിപ്ലിൻസും ഉണ്ട്, നെഗറ്റീവ് ഡിസിപ്ലിനും ഉണ്ട്. എന്താണ് പോസിറ്റീവ് ഡിസിപ്ലിൻ? ഇറ്റ് എംപ്ലോയ്സ് കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ടു സെക്യൂർ ഇറ്റ്സ് കംപ്ലയൻസസ്. എന്തുണ്ടെങ്കിലും മീൻസ് ആ ഒരു ഡിസിപ്ലിനറി കോഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതായത് എൻ്റെ നല്ലതിന് ഞാൻ ഈ ഡിസിപ്ലിൻ പാലിക്കണം എന്നൊരാൾക്ക് തോന്നിയിട്ട് അയാൾ അത് പാലിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ഡിസിപ്ലിനാണ്. അതിലൂടെ അയാൾക്ക് എന്തേ ഉണ്ടാവുള്ളൂ, ഒരു ഡെവലപ്മെൻറ്റേ ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും. ഓക്കെ, ദെൻ നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് അപ്ലിക്കേഷൻ ഓഫ് പെനാൽറ്റീസ് ഫോർ വയലേഷൻ ആൻഡ് ഫിയർ ഓഫ് പെനാൽറ്റീസ് ദാറ്റ് സെർവ് ആസ് എ ഡിറ്ററൻറ്റ് ഓഫ് വയലേഷൻ. അതായത് ചില ആൾക്കാരിൽ പേടി കൊണ്ട് അയാൾ ഡിസിപ്ലിൻ പാലിക്കുന്നുണ്ടാവും, അല്ല ഞാൻ ഡിസിപ്ലിൻ പാലിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ഈ രീതിയിലുള്ള ആക്ഷൻസ് കിട്ടും, അല്ലെങ്കിൽ എനിക്ക് ഈ രീതിയിലുള്ള പെനാൽറ്റീസ് കിട്ടും, അതുകൊണ്ട് ഞാൻ ഡിസിപ്ലിൻ പാലിക്കണം എന്ന് ആർക്കോ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെനാൽറ്റീസും ഫൈൻസും ഫീസും ഡിസിപ്ലിനറി ആക്ഷനൊന്നും ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഡിസിപ്ലിൻ പാലിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസിപ്ലിൻ ഉണ്ട്. അതാണ് നെഗറ്റീവ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസിപ്ലിൻ കൊണ്ട് അയാൾക്കൊരു ഡെവലപ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഡെവലപ്മെൻറ്റോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, തൽക്കാലം ആ ഒരു പെനാൽറ്റീസിൽ നിന്നും ഫൈനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രം അയാൾ എന്തോ ചെയ്യാണ്, മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഡിസിപ്ലിൻ പാലിക്കുകയല്ല ചെയ്യുന്നത്. സോ അത്തരത്തിലുള്ള ഡിസിപ്ലിനുള്ള ആൾക്കാരും ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ദെൻ പ്രീ റിക്വിസിറ്റ്സ് ഓഫ് പോസിറ്റീവ് ഡിസിപ്ലിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പോസിറ്റീവ് ഡിസിപ്ലിൻ ആണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഒരു ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവിടെ വരേണ്ട പ്രീ റിക്വിസിറ്റ്സ്, ചില ഫാക്ടേഴ്സ് അതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ദി എയിം ഈസ് ടു ഹെൽപ്പ്
ആൻഡ് നോട്ട് ഹാം എംപ്ലോയീസ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഈ റൂൾസും റെഗുലേഷൻസും സെറ്റ് ചെയ്യും. അതാണല്ലോ അവരുടെ ഡിസിപ്ലിനറി കോഡ് എന്ന് പറയുന്നത്. അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ എംപ്ലോയീസിൻ്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. സോ അപ്പോൾ അങ്ങനെ ഈ ഡിസിപ്ലിനറി കോഡ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും എംപ്ലോയീസിനെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആവരുത്, അല്ലെങ്കിൽ എംപ്ലോയീസിനെ സ്ട്രിക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ട് അവരെ കൊണ്ട് വർക്ക് ചെയ്യിച്ചെടുക്കുക, അങ്ങനെ ആ രീതിയിൽ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കരുത്. എന്താണ്, ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എംപ്ലോയീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താണ്, പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഫെയർ ആൻഡ് കൺസിസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യുന്നു, അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. മീൻസ് പക്ഷാപാതമൊന്നും പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. Then superior should create a climate of responsibility and observe self-discipline to lead by example. The principle is example is better than percept. അതായത് ഒരാൾ ഇപ്പോൾ ഡിസിപ്ലിൻ പാലിക്കുന്നില്ല എങ്കിൽ അയാളെ കുറച്ചും കൂടെയും എൻകറേജ് ചെയ്യുന്നതിനുള്ളൊരു വഴിയാണ് സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെയെന്ന് മറ്റുള്ളവരെ കണ്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നത്. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരാൾ ഡിസിപ്ലിൻ പാലിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അയാളെ എപ്പോഴും വഴക്ക് പറയുന്നത് കൊണ്ടല്ല, ഒരു ഡിസിപ്ലിൻ പാലിക്കുന്നതിൻ്റെ ആവശ്യകതയും അപ്പോൾ ഡിസിപ്ലിൻ പാലിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങളും അയാൾ മറ്റൊരാളെ കണ്ട് പഠിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഒരുക്കണം. എന്നിട്ട് അതിൽ നിന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് സെൽഫ് ഡിസിപ്ലിനിലേക്ക് അയാൾക്ക് എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, then individual difference among men are recognized and method applied to take the specific of each case into account. നമുക്കറിയാം ഓരോരുത്തർക്കും ഡിഫറൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് അല്ലേ, എല്ലാ കാര്യത്തിലും കൾച്ചറ്, നമ്മുടെ ബിഹേവിയർ, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ എല്ലാത്തിലും ഡിഫറൻസസ് ഉണ്ട്. അതൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും ഡിസിപ്ലിനറി ആക്ടിവിറ്റിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കുള്ള കാരണം ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ആപ്റ്റായിട്ടുള്ള മെത്തേഡ്സ് സെലക്ട് ചെയ്യാനും മാനേജേഴ്സ് ട്രൈ ചെയ്യണം. നെക്സ്റ്റ്, എംപ്ലോയീസ് ഗെയിൻസ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി വിത്ത് നോളജ് ഓഫ് സ്കോപ്പ് ഓഫ് ആക്ഷൻസ് വിച്ച് ഹെൽപ്പ് ഹിം കൺഫേം ബെറ്റർ ടു ഓർഗനൈസേഷണൽ സ്റ്റിപ്പുലേഷൻസ്. അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അവിടുത്തെ എംപ്ലോയീസ് പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിസിപ്ലിനറി കോഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോഡ് എന്തൊക്കെയാണെന്നും ആ കോഡ് എന്തിനൊക്കെയാണ് സെറ്റ് ചെയ്തതെന്നുള്ളതും ഇനി ആ കോഡ്സ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള ആക്ഷൻസ് എന്തൊക്കെയാണെന്നതിനെക്കുറിച്ചൊക്കെ ഈ എംപ്ലോയീസിന് നല്ലൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, ഇനി ആ ഒരു ആക്ഷൻസൊക്കെ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഡിസിപ്ലിനറി കോഡൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ സെറ്റ് ചെയ്യുന്നത് എല്ലാവരുടെയും സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയാണെന്നും ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നൊക്കെയുള്ളൊരു ബോധം എംപ്ലോയീസിന് ഉണ്ടായി കൊടുക്കണം. ദെൻ ആസ്പെക്ട്സ് ഓഫ് ഡിസിപ്ലിൻ, അതായത് ഡിസിപ്ലിൻ എന്ന ആ ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പോസിറ്റീവ് ഡിസിപ്ലിൻ. പോസിറ്റീവ് കൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമുക്ക് പോസിറ്റീവ് ഡിസിപ്ലിനാണ് നമ്മളുടെ ബിഹേവിയറിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതായത് മറ്റുള്ള ആ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ കണ്ട് പേടിച്ചിട്ട് പാലിക്കുന്ന ഡിസിപ്ലിൻ ആവരുത്. സ്വയം തോന്നിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഡിസിപ്ലിൻ പാലിക്കുക അല്ലേ, അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മളുടെ ബിഹേവിയറിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. ദെൻ സച്ച് ഡിസിപ്ലിൻ ഈസ് അച്ചീവ്ഡ് വെൻ മാനേജ്മെൻറ്റ് അപ്ലൈസ് പ്രിൻസിപ്പിൾസ് ഓഫ് പോസിറ്റീവ് മോട്ടിവേഷൻ അലോങ് വിത്ത് അപ്രോപ്രിയേറ്റ് ലീഡർഷിപ്പ്. ഈ രീതിയിൽ പോസിറ്റീവ് ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരെ കുറച്ചും കൂടെ എൻകറേജ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പോസിറ്റീവ് മോട്ടിവേഷൻസ് അപ്രോച്ചസ് മാനേജ്മെൻറ്റിന് എടുക്കാവുന്നതാണ്. അതായത് അങ്ങനെ ഇൻബോണായിട്ട് ഡിസിപ്ലിൻ പാലിക്കുന്നതിനുള്ള ഒരു കഴിവുള്ള ആൾക്കാരുണ്ടെങ്കിൽ, മീൻസ് അത്തരത്തിലുള്ള ബിഹേവിയറുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ ഒന്നും കൂടെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് മാനേജ്മെൻറ്റിന് എടുക്കാം. അതായത് മനസ്സിലാക്കേണ്ടത് ഡിസിപ്ലിൻ പാലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആക്ഷൻസ് എടുക്കാറുണ്ട്, അതുപോലെ ഡിസിപ്ലിൻ ഫോളോ ചെയ്താൽ അവരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മറ്റുള്ള ആൾക്കാർക്ക് ഒരു മോട്ടിവേഷനാണ് അല്ലേ, അപ്പോൾ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടും.
ദെൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ നോംസ്. ഈ രണ്ട് കാര്യങ്ങൾ ആണ് ഒരാളുടെ ഡിസിപ്ലിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഫോർമൽ നോംസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫോർമൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ഓർഗനൈസേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പാലിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇൻഫോർമൽ നോംസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻഫോർമൽ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചില ഡിസിപ്ലിൻ പാലിക്കേണ്ടതായിട്ട് വരും, അല്ലേ? നമ്മളൊരു ഓർഗനൈസേഷൻ നമുക്കറിയാം, എംപ്ലോയർ എംപ്ലോയി തമ്മിൽ ഫോർമൽ റിലേഷനും ഇൻഫോർമൽ റിലേഷനും കാണാറില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും. ആ ഒരു ഫോർമൽ റിലേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫോർമൽ ഡിസിപ്ലിനാണ്. ഇൻഫോർമൽ റിലേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻഫോർമൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത്. ദെൻ സിസ്റ്റം തിങ്കിങ്. സിസ്റ്റം തിങ്കിങ് മീൻസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് എ ഷിഫ്റ്റ് ഓഫ് മൈൻഡ് ഫ്രം സീയിങ് പാർട്ട് ടു സീയിങ് ദി ഹോൾ. നമ്മൾ മൈൻഡിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കൺസെപ്റ്റാണിത്. അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട് മാത്രം നോക്കിക്കാണാതെ മുഴുവനായിട്ടും നോക്കി കാണാനുള്ളൊരു കഴിവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ രീതിയിലുള്ള പോസിറ്റീവ് ഡിസിപ്ലിനൊക്കെ പാലിക്കാൻ പറ്റുള്ളൂ, അല്ലേ? സ്വന്തം കാര്യം മാത്രം നോക്കുക, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, മറ്റുള്ള ആൾക്കാരെ പറ്റിയോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ബോധപ്പെടാണ്ടിരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ഡിസിപ്ലിനൊന്നും പാലിക്കാതെ തെറ്റായ രീതിയിലൊക്കെ നടക്കുള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും കാണാനും സ്വന്തം കാര്യം മനസ്സിലാക്കാനും അതുപോലെ മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കാനും മറ്റുള്ള പല കാര്യങ്ങളും ഒരു നല്ല രീതിയിൽ നോക്കി കാണാനും കഴിയുന്ന ആൾക്കാർക്ക് ഡിസിപ്ലിൻ പാലിക്കാൻ പറ്റും, അല്ലേ? ദെൻ മെൻ്റൽ മോഡൽ. മെൻ്റൽ മോഡൽസ് ആർ അവർ പെർസെപ്ഷൻ ഓഫ് ദി വേൾഡ്. നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള നമ്മളുടെ കാഴ്ചപ്പാട് അതും നമ്മളുടെ ബിഹേവിയറിനെ കൃത്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റിംഗ് എനർജി ടുവേഴ്സ് പോസിറ്റീവ് പെർസ്യൂട്ട് ഇൻ ദ ഓർഗനൈസേഷൻ ഇൻവോൾവ്സ് ഫോസ്റ്ററിംഗ് ഓപ്പൺനെസ് ഇൻ ദ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. ദെൻ മെൻ്റൽ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീസ് ആർ ദി പെർസെപ്ഷൻസ് ഓഫ് ദി വേൾഡ്. വേൾഡിനെ കുറിച്ചുള്ള നമ്മളുടെ ഒരു പെർസെപ്ഷൻ, അല്ലേ? പലർക്കും പല രീതിയിലാണ് പെർസെപ്ഷൻ അല്ലെങ്കിൽ വ്യൂ പോയിൻ്റ്, ഒപ്പീനിയൻ എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒപ്പീനിയൻ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള ഒപ്പീനിയൻ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള പെർസെപ്ഷൻസ് ഉള്ള ആൾക്കാർ എല്ലാ കാര്യത്തിനെക്കുറിച്ചും പോസിറ്റീവായിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഉള്ള ആൾക്കാർക്ക് ഒക്കെ എന്താണ് ഉണ്ടാകുന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിസിപ്ലിനാണ്. അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം ഇതിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ഡിസിപ്ലിൻ പാലിക്കാൻ ശ്രമിക്കണം. എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ പലർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം പല രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണാനും അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിക്കാണാൻ കഴിയുന്ന ആൾക്കാർക്ക് ഈ പോസിറ്റീവ് ഡിസിപ്ലിൻ എന്നുള്ള ആ ഒരു സ്വഭാവം ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പ്രത്യേകിച്ച് ഈ ഒരു കഴിവ് വേണ്ടതാണ്. അപ്പം മനസ്സിലാക്കേണ്ടത് ഒരാളുടെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, ഈ ഓർഗനൈസേഷൻ്റെ ഒരു സക്സസ്സിന് വേണ്ടിയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിയണം. അപ്പം അങ്ങനെ കഴിയുന്ന ഒരാൾക്ക് ആ ഓർഗനൈസേഷൻ ഫിക്സ് ചെയ്യുന്ന ഡിസിപ്ലിനറി കോഡ് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് ഗുഡ് ഡിസിപ്ലിൻ പാലിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.